ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കപ്പയും മീൻ കറിയാണ്. അതായത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് കറി. മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയല്ലേ ഇത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ കൊള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊള്ളി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷയാണ് കേട്ടോ. കപ്പ എന്ന് പറയാം നമുക്ക്. ഇതിപ്പോൾ ഒരു 1.25 കിലോ ഉണ്ട് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ സാധാരണ തൊലി കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കും. അതിനുശേഷം കളഞ്ഞെടുക്കാറ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം. ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടത്. ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊള്ളി തന്നെയാണ്. ഞാനിവിടെ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ കൊള്ളിയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. കാരണം നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇതിപ്പോൾ ഒരുവിധം കുഴപ്പമില്ല, നല്ല കൊള്ളി തന്നെയാണ്. അധികം കേടൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ അങ്ങനെ തന്നെ ചിലപ്പോൾ കളയേണ്ട അവസ്ഥയ്ക്ക് വരാറുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നാര് കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലൊരു നാരുണ്ടാവുമല്ലോ, അത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നാരുകൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നാരുകൾ കുറച്ചുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കഴിക്കുമ്പോൾ കളഞ്ഞാലും മതി. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ പ്രഷർ കുക്കർ എടുക്കുക. നിറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് കളയാനുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ആദ്യം ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കാം. അതായത് വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കാരണം ഇത് കൊള്ളിയായ കാരണം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം കട്ട് ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 2 വിസിൽ വരുന്ന വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കൊള്ളിയുടെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കണ കൊള്ളിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നല്ല കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. കപ്പ വേവണ സമയത്ത് നമുക്ക് ഫിഷ് കറിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലുത് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി എടുക്കാം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കണ പൊടികളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചേർക്കണ സമയത്ത് തന്നെ പറയാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മീനാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയി കാരണം നല്ല മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കൊള്ളി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മീൻകറി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മീൻകറിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെങ്കിൽ നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടും. ബാക്കി ഏത് ഓയിൽ ഉപയോഗിച്ചാലും നമ്മളുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉലുവ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം ഈ കടുകൊക്കെ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി മുറിച്ചതിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി മുറിച്ചതാണ്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നോട്ടെ. ഈ മുളക് കറി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കാരണം ഇതിലേക്ക് നാളികേരപ്പാലോ നാളികേരോ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കണില്ല. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ ഉള്ളി ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വഴന്ന് വരണം കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളി ആവശ്യത്തിന് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇത് മുളക് കറി ആയ കാരണം തന്നെ അത്യാവശ്യത്തിന് നന്നായിട്ട് തന്നെ മുളക് പൊടി വേണമല്ലോ.
ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ കഴിക്കണ കാരണം ഒരുപാട് സ്പൈസി ആയിട്ട് വേണ്ട, പക്ഷെ നല്ല കളർ കിട്ടുമല്ലോ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ, അതുപോലെ കൊഴുപ്പും കിട്ടും. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളൊന്നും കരിഞ്ഞു പോരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാതൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളിൽ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ പച്ചമണക്കം മാറുന്ന വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മതി. ഇപ്പോൾ പൊടികളുടെ പച്ചമണക്കം നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയ്ക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയാലും ഇത് കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമുക്കിനി കുടംപുളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ പുളിക്കനുസരിച്ച്, അതുപോലെ നമ്മുടെ കയ്യിലുള്ള കുടംപുളിക്ക് അനുസരിച്ച് പുളിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു 4 കഷ്ണമാണ് ഇട്ട് കൊടുത്തത്. ഒരുപാട് വലിയ കഷ്ണമൊന്നുമല്ല, ചെറിയ കഷ്ണം തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കണില്ല. മുളക് പൊടിയുടെ എരിവ് തന്നെയാണ് ഇതിന് നല്ല എരിവ് കൊടുക്കുക. ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നാലാണ് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. മീനൊക്കെ കുക്കായിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10-12 മിനിറ്റൊക്കെ മതി ഈ മീനൊക്കെ കുക്കായിട്ട് വരാൻ. പിന്നെ നമ്മൾ എടുക്കണ മീനിനനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചുറ്റിച്ചു കൊടുക്കുക, ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് കുക്കായിട്ട് ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വരട്ടെ. മീൻ കറി അവിടെ നിന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് കപ്പ എന്തോന്ന് നോക്കാം. കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഞാൻ ഊറ്റിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതിൻ്റെ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ചെറിയുള്ളിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് കൊണ്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ച് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇത് മതി. നമുക്കിനി ഇതിലേക്ക് നാളികേരം ശരിക്കിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2.5 പിടി നാളികേരമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നാളികേരം കൂടുതൽ ചേർക്കും തോറും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. നമ്മളുടെ മീൻകറി കണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കപ്പ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കുഴഞ്ഞാണ് ഇരിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. കൊള്ളി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവണം. ഈ നാളികേരമൊക്കെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കുക. 2 തവി ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് തന്നെ വരും. കണ്ടില്ലേ, ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇത് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് കറിയുടെ കൂടെ കഴിക്കാം. ഏതാണെങ്കിലും നല്ലത് തന്നെയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ.
എല്ലാ ടേസ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി റെഡി ആയി നോക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് കൊടുത്തിരുന്നു. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എരിവും അതുപോലെ കുറച്ച് പുളിയൊക്കെ കൂടുതലായിട്ട് തന്നെയാണ് നിൽക്കുക. ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഈ മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കപ്പയും അതുപോലെ മീൻ മുളകിട്ടതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും